മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി. അയൽവാസിയും ബന്ധുക്കളും ഉൾപ്പെടെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ 15 പവൻ സ്വർണം കവർന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മാനസിക ഒരു 15 വർഷമായിട്ട് മാനസിക വെല്ലുവിളി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പിന്നെ സഹോദരിയാണ് എന്റെ സഹോദരി. എന്റെ അയൽവാസി ഒരു വ്യക്തി അയൽവാസി വ്യക്തി ഇവനെ നിരന്തരം ഫോണിൽ വലിയ ശല്യപ്പെടുത്തി കാണ്ട് പിന്നെ പൈസ തരും ആളുണ്ട് അവിടെ മഞ്ചേരി ഏൽപ്പിച്ചു തരാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രകടനം നടത്തും. അപ്പോ അതിനൊന്നും ഇവർ ഭയങ്കര കാരണം ഒരു ബുദ്ധിയില്ലല്ലോ. അങ്ങനെ ഒരു പറഞ്ഞു പറ്റിച്ചു കാണ്ട് ഇവന് പിന്നെ പല ആളുകൾക്കും പെൺവാണികൾ നടത്തി കളിക്കും. പല സ്ഥലങ്ങളിലായി സഹോദരി പറഞ്ഞു ഞങ്ങൾ ചെറിയ സൂചന കിട്ടി നമ്മളിവിടെ ഒരു മെമ്പറോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വാർഡ് മെമ്പറെന്ന് അതിനൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം കിട്ടിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതേമാർക്കൊരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അവരും പറഞ്ഞു നിങ്ങളെ പെങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ പൊക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇതിലൊരു നമ്മളിപ്പോ നമുക്ക് കിട്ടിയൊരു 8 വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇനിയും ഇതിൽ ആൾക്കാരുണ്ട്. നമുക്ക് തെളിവ് കഴിയുന്ന ഇവര് പ്രതികൾ സമ്മതിച്ചതാണ്. ഇല്ല, ഇതുവരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ വിഷമമുണ്ട്. ഞങ്ങൾ വളരെ വിഷമത്തിലായി പറഞ്ഞു. വിപിൻ സി വിജയനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇക്കാര്യത്തിൽ എന്തൊക്കെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട്? വിപിൻ, ഉന്മേഷ്, ഒരു കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത കൂടി നമ്മെ ഞെട്ടിപ്പിക്കുകയാണ്. ഇത് അരീക്കോട് നിന്നാണ് ഈ വാർത്ത വരുന്നത്. 38 വയസ്സുള്ള യുവതിയെയാണ് ഇപ്പോൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 FIRകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുന്നത്. അരീക്കോട് സ്വദേശിയാണ്. അപ്പോൾ ഇത് പറയുന്നത് 2022-2023 കാലഘട്ടത്തിലാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അതും വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ്. അതായത് മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, ഒപ്പം തന്നെ ഈ അരീക്കോട്, ഈ പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ അകന്ന ബന്ധുക്കളും ഒപ്പം തന്നെ ഈ നാട്ടുകാരുമാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത്. അപ്പോൾ അവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബത്തിനുള്ളത്. ഈ 2015 മുതൽ തന്നെ ഇതിൽ ഒരാളെ അറിയാം. അതിനുശേഷം അയാൾ മുഖ്യപ്രതി മറ്റ് ആളുകൾക്ക് കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. പെൺകുട്ടി ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഈ ചികിത്സയിലിരിക്കെ തന്നെ അവർ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് മുൻപിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിവരങ്ങളും അവർ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപ്രകാരമാണ് പോലീസ് ഇപ്പോൾ 3 FIRകൾ ഇട്ടിട്ടുള്ളത്. കുടുംബം പറയുന്നത് ഈ 8 പേരല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമെന്നും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ സഹോദരനാണ് നമ്മോട് സംസാരിക്കുന്നത്. സഹോദരൻ അതിൽ എടുത്തു പറയുകയും ചെയ്യുന്നത്. കൊണ്ടോട്ടി DYSPക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത്. അപ്പോൾ നമ്മൾ DYSP ആയിട്ട് സംസാരിച്ചിരുന്നു. പറയുന്നത് ഈ കേസിൽ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം വളരെ ഊർജ്ജമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് DYSP ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങണമെന്നുള്ളത് കുടുംബം പറയുന്നു. ഇപ്പോഴും ഈ പെൺകുട്ടി ചികിത്സയിലാണ് ഉള്ളത്. 2022-2023 കാലഘട്ടത്തിലാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത്. അതിൽ ഒരാൾ 15 പവൻ സ്വർണവും 40,000 രൂപയും കൈക്കലാക്കിയിട്ടുണ്ട്. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പലർക്കായി കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ FIRൽ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് മലപ്പുറത്തുനിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.